ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ, തോട്ടം മേഖലയിലെ അതിജീവനത്തിനായുള്ള വലിയ സമരങ്ങൾ, ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഇടുക്കി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. ഇപ്പോൾ തൊടുപുഴയിലാണ് പടക്കളം എത്തി നിൽക്കുന്നത്. വേനൽ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാനായി ചെറിയൊരു മഴ പെയ്തു പോയെങ്കിലും ഈ മഴ കൊണ്ടൊന്നും തണുക്കില്ല തെരഞ്ഞെടുപ്പ് ചൂട് എന്ന് ഇടുക്കിയിലെ വോട്ടർമാർ പറയും. ഏതായാലും ഇടുക്കി ജില്ലയിലെ ഈ 5 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് എന്ന് കൂടി പരിശോധിക്കുകയാണ് ഇന്ന് പടകളത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പടകളത്തിൽ ഇടുക്കി ജില്ലയിലെ കാര്യങ്ങൾ, അതിനുള്ള വോട്ടർമാരുടെ മറുപടിയും അവർക്കുള്ള മറുപടി പറയാനായും ഒപ്പം തന്നെ നിലവിലെ ജില്ലയിലെ സാഹചര്യങ്ങളുമൊക്കെ വിശദീകരിക്കാനായി നമ്മുടെ അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ റോയ് കെ പൗലോസ്, DCC പ്രസിഡന്റ്, ശ്രീ PS രാജൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, ശ്രീ PA വേലുക്കുട്ടൻ, BJP സംസ്ഥാന സമിതി അംഗമാണ്. 3 പേരുമാണ് നമുക്ക് നമ്മോടൊപ്പം ഇന്ന് ഇടുക്കി ജില്ലയിലെ കാര്യങ്ങൾ പറയാനായി ചേർന്നത്. ഏതായാലും ശ്രീ റോയ് കെ പൗലോസ്, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ജില്ല എന്നൊക്കെ കൂടി ഉള്ള കാര്യങ്ങൾ കണക്കിലെടുത്തൊക്കെ എങ്ങനെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ? ഞങ്ങൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്തെയും പൊതുവായ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള വളരെ അനുകൂലമായൊരു സാഹചര്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഒരു ഭരണവിരുദ്ധ വികാരമില്ലാത്ത, ഒരുപക്ഷെ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അത്തരമൊരവസ്ഥയില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത ഈ തിരഞ്ഞെടുപ്പിനുണ്ട് എന്നാണ് കേരളീയ സമൂഹം പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് UDFൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങളിലാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ ഉണ്ടായൊരു മുന്നേറ്റമെന്ന് പറയുന്നത് ഒരു ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ജില്ലയെ സംബന്ധിച്ചും അത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള നേട്ടങ്ങൾ ആവോളം ലഭിച്ച ഒരു ജില്ലയാണ് ഇടുക്കി എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഈ ജില്ല ഏറ്റവും പ്രധാനമായിട്ടും കാർഷിക ജില്ലയാണ്. കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ, 90% കൃഷിക്കാരാണ്. വലിയ വ്യവസായങ്ങളൊന്നുമുള്ള സ്ഥലമല്ല, ഇത് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ജില്ലയിലെ കർഷകരുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് തലമുറകളായി ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്, കർഷകന് അവൻ്റെ കൈവച്ച ഭൂമിക്ക് ശരിയായ രേഖകളില്ല, പട്ടയമില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ ഒരു ആവശ്യമല്ല, വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. നിരവധി നിയമ തടസ്സങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി, അല്ലെങ്കിൽ മാറി, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതാണ്ട് 43,000-ഓളം പട്ടയങ്ങൾ കൊടുത്തു കഴിയും. ഇനിയും കൊടുക്കാനുണ്ട്. അതിൻ്റെ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ ജില്ലയിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ, PSA പ്രശ്നം ഒരു ഉദാഹരണം, അവിടെയെല്ലാം കർഷക പക്ഷ നിലപാടുകൾ, ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച ഒരു ഗവൺമെൻറ്, ഈ ജില്ലയിലെ ജനങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത്, ആഗ്രഹിച്ചത്, അതെല്ലാം അതേപടി അംഗീകരിച്ച് ജനതയോടൊപ്പം നിന്ന ഒരു ഗവൺമെൻറ്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, അങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഒരു ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലത്തെ ഭരണകാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വീണ്ടും ഒരു ഗവൺമെൻറ് ഞങ്ങൾ അധികാരത്തിൽ ഏൽപ്പിക്കണം എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഇടുക്കി ജില്ല ആ ആവശ്യത്തിനൊപ്പം UDFനൊപ്പം ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ 5 നിയോജക മണ്ഡലങ്ങളിലും അനുകൂലമായ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് 5 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കാൻ ആവശ്യമായ ഒരു പിന്തുണയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ശ്രീ PS രാജൻ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വലിയ വികസന സ്വപ്നങ്ങളല്ല ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ല കൂടിയാണ്. ആ വിധത്തിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാടുകളുടെ ഒരു വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പ്. ആ വിധത്തിലുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ കൃഷിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, അവരനുഭവിക്കുന്ന ദുരിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയാണ്. അതിന് കാരണമായത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ആസിയൻ കരാറിൽ ഒപ്പുവെച്ച സന്ദർഭത്തിൽ മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് ശക്തിയായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം.
ഞങ്ങളന്ന് പറഞ്ഞു നമ്മുടെ രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടാവില്ല, അതെല്ലാം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യപ്പെടും, കൃഷിക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിന് മറുപടിയായി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും വികസനത്തെ എതിർക്കുന്നവരാണ്. ഈ കരാർ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് വിപണി കിട്ടത്തുള്ളൂ, ഈ കരാർ വന്നെങ്കിൽ മാത്രമേ വിദേശത്തു നിന്ന് സാങ്കേതിക വിദ്യ ഇങ്ങോട്ട് വരത്തുള്ളൂ, മൂലധനം വരത്തുള്ളൂ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടത്തുള്ളൂ. ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അതിനെ എതിർക്കുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അതുകൊണ്ടാണ് വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഈ മനുഷ്യച്ചങ്ങലയൊക്കെ പിടിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങളൊന്ന് ഉയർത്തിയ പ്രശ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. റബ്ബറിൻ്റെ വില എത്രയാണ്? നമ്മുടെ രാജ്യത്ത് 265 രൂപ വില കിട്ടിയ റബ്ബറിൻ്റെ വില ഇന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് റബ്ബർ വില പോയിരിക്കുന്നു. ഏലത്തിൻ്റെ വില 1500 മുകളിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 450 രൂപയായി കുറഞ്ഞിരിക്കുന്നു. തേയിലയുടെ വില എന്ന് പറയുന്നത് ഓപ്ഷൻ വില 160 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 90 രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഈ നാണ്യവിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കൊളുന്ത് കൃഷിക്കാരും ഏലം കൃഷിക്കാരും റബ്ബർ കൃഷിക്കാരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ ബി ജെ പി വന്നത് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിയത്. ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിക്ക് രാജ്യത്തിരിക്കാൻ നേരമില്ല, അദ്ദേഹം വിദേശത്തോട് പറന്ന് നടക്കുകയാണ്. 5 കൊല്ലം ഉമ്മൻചാണ്ടി ഭരിച്ചു. KM മാണി ഉൾപ്പെടെ PJ ജോസഫ് ഉൾപ്പെടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കൃഷിക്കാരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് അവകാശപ്പെടുന്നത്. അവൻ്റെ ജീവിതം നരകതുല്യമാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഇവർ സ്വീകരിച്ചിട്ടില്ല. ഹൈറേഞ്ചിലെ കൃഷിക്കാരുടെ പ്രശ്നം പട്ടയമാണ്. ആ പട്ടയം കൊടുത്തതിൻ്റെ കഥ പറയാതിരിക്കുന്നതാണ് ഭേദം. പട്ടയം കൊടുത്തതുമായി ബന്ധപ്പെട്ടതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുള്ള പങ്കും തെളിവ് സഹിതം അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അയ്യപ്പൻകോവിൽ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. ഞങ്ങളുടെ ഭൂമിക്ക് പട്ടയം ഇതുവരെ കിട്ടിയിട്ടില്ല, 10 ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് പദ്ധതി പ്രദേശത്ത് ഒരിടത്തും പട്ടയം കൊടുത്തിട്ടില്ല. പദ്ധതി പ്രദേശത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഹൈറേഞ്ച് സമിതി സമരം ചെയ്തപ്പോൾ അവരെയും കൂടെ കൂട്ടി ബഹുമാനായ DCC പ്രസിഡന്റ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി 10 ചെയ്യുന്ന പ്രദേശത്തിന് പട്ടയം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. 5 കൊല്ലം പറഞ്ഞതല്ലാതെ ഒരു കൃഷിക്കാരന് പോലും പട്ടയം കൊടുത്തിട്ടില്ല. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഇവർ ഉമ്മൻ റിപ്പോർട്ട് കൊണ്ടുവന്നു. ഇവിടെ MP ആയിരുന്നല്ലോ PT തോമസ്, ഗാഡ്ഗിലിനെയും കൊണ്ട് വന്നത് അദ്ദേഹമാണ്. ആ ദുരിതമെന്ന് പറഞ്ഞാൽ 10 സെൻറ്റ് സ്ഥലം പോലും വിറ്റ് പെണ്ണിനെ കെട്ടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഹൈറേഞ്ചിലെ കൃഷിക്കാർ വിഷമിക്കുന്നു. അവിടെ കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ച വിവരങ്ങൾ, ഓരോ വില്ലേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെല്ലാമാണ് ഒഴിവാക്കപ്പെടേണ്ട പ്രദേശങ്ങൾ എന്ന രൂപത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നടത്തിയതിൻ്റെ ഫലമായി കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും ആദ്യം പ്രഖ്യാപിച്ച ESI മേഖലയെ വീണ്ടും അല്പം പോലും മാറ്റം വരുത്താതെ ESI മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിവരം മിനിങ്ങാന്ന് പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ 5 കൊല്ലം ഭരിച്ചിട്ട് ഇടുക്കിക്കാർക്ക് എന്ത് പ്രയോജനം? BJP സംബന്ധിച്ചിടത്തോളം ഇതിനിടയിലും എങ്ങനെയാണ് പ്രതീക്ഷ? ഇടുക്കി ജില്ല കാർഷിക അധിഷ്ഠിതമായ ഒരു ജില്ലയാണ്. ഈ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരുന്ന UPA ഗവൺമെൻറ് ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇടുക്കി പാക്കേജ് യഥാവിധി നടപ്പാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇടുക്കിയിലെ കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ഇടുക്കി പാക്കേജിൽ ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇടുക്കി പാക്കേജ് വേണ്ട രീതിയിൽ നടത്തുവാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇന്ന് ഇടുക്കിയിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഏറിയ പങ്കും ഇടുക്കി പാക്കേജ് നല്ല രീതിയിൽ നടത്താത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് എന്നോടൊപ്പം നിൽക്കുന്ന 2 മുന്നണിയും അതിന് കാരണക്കാരാണ്. ആ 2 മുന്നണിയുടെയും ഭരണകാലത്താണ് ഇടുക്കി പാക്കേജ് വേണ്ട രീതിയിൽ നടത്തുവാൻ കഴിയാതെ പോയത് എന്നതാണ് ഇടുക്കിയുടെ ഏറ്റവും വലിയ ശാപം. വികസനം എന്ന വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് നാണ്യവില തകർച്ച, റബ്ബർ മേഖലയിലെ വിഷയങ്ങൾ, ഒപ്പം തന്നെ കസ്തൂരിരംഗൻ വിഷയത്തിലൊക്കെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ, അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയാകുമ്പോൾ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കാനുള്ളത്? ഇവിടെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രാജൻ ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലെ ഈ കാർഷിക വിളകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വില തകർച്ച പണ്ടവർ പറഞ്ഞു തെറ്റിപ്പോഴും ആവർത്തിക്കുകയാണ്. ASEAN കരാറാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുമെന്ന് ആ കരാർ ഒപ്പിട്ട സമയത്ത് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു.
ആ കരാർ ഒപ്പിട്ടതിന് ശേഷം നമ്മുടെ രാജ്യത്തും ഈ സംസ്ഥാനത്തും റബ്ബറിന് 250 രൂപ വില വന്നത് ആസിയാൻ കരാർ ഒപ്പിട്ടതിന് ശേഷമാണെന്നുള്ളത് രാജിനൊരു പക്ഷേ അറിയില്ലായിരിക്കും. രാജിന് റബ്ബറുമായിട്ട് എന്ത് മാത്രം ബന്ധമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആസിയാൻ കരാർ ഒപ്പിടുമ്പോൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിലെ റബ്ബറിൻ്റെ വില എന്ന് പറയുന്നത് 140 രൂപയെ താഴെയായിരുന്നു. കരാർ ഒപ്പിട്ടതിന് ശേഷം 250 രൂപയ്ക്ക് ഞാൻ റബ്ബർ കൊടുത്തയാളാണ്. കരാർ ഒപ്പിട്ട് ഒരു വർഷത്തിന് ശേഷം 250 രൂപ വെച്ച് ഞാൻ റബ്ബർ കൊടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ അത് 143 രൂപയായി നിൽക്കുന്നു. ഏതാ കരാറിന് മുമ്പുള്ള നിലയിലേക്ക് നിൽക്കുന്നു. കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് ഏലത്തിന് 1800 രൂപയ്ക്ക് ഇവിടെ വ്യാപാരം നടന്നത്. 1800 രൂപയ്ക്ക്. ഇപ്പോൾ അത് നല്ല ഇനം ഏലത്തിന് 1100 രൂപ വരെ ആയിട്ടുണ്ട്. അവിടെ വണ്ടമേട്ടിലെ ലേല സ്ഥലത്ത് ആവറേജ് 750 രൂപയിലേക്ക് ഇന്നലെ വില വന്നിരിക്കുന്നു ഏലത്തെ സംബന്ധിച്ച്. കുരുമുളകിന് 800 രൂപ വിലയിലേക്ക് വന്നിട്ടുണ്ട്. കരാർ ഒപ്പിടുന്നതിന് മുമ്പ് 400 രൂപ താഴെയായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള നാണ്യവിളകളെ സംബന്ധിച്ചെല്ലാം, നാണ്യവിളകളാണല്ലോ ഈ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആസിയാൻ കരാർ എന്ന് പറഞ്ഞ് ഇവർ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് നടന്നതിന് ശേഷം ഈ നാണ്യവിളകൾക്കെല്ലാം റെക്കോർഡ് വിലയുണ്ടായത് അതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ ആസിയാൻ കരാറുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യമില്ല. ഇപ്പോഴും ഈ കരാറിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറായാൽ നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ടായാൽ ആ കരാറിൽ നിന്ന് പിന്മാറാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അതിൻ്റെ ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊരു ജനങ്ങളുടെ ഇടയിൽ വ്യാജ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശരിയായ വസ്തുത. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇടുക്കിയിൽ നടന്നിട്ടുള്ള ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള, കർഷകർക്ക് നൽകിയിട്ടുള്ള സഹായത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞു പട്ടയത്തിൻ്റെ കാര്യം പറയാതിരിക്കുക ഭേദം എന്ന് പറഞ്ഞു. പറയാനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. 43,000 പട്ടയങ്ങൾ ഞങ്ങൾ കൊടുത്തതിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇത്രയും കാലം ഈ നാട്ടിൽ 43,000 പട്ടയങ്ങൾ കൊടുത്തത് കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ്. ആ 3 വർഷക്കാലത്തിനിടയിൽ ഈ നാട്ടിൽ ഒരാൾ പോലും ഒരു മാധ്യമങ്ങളിലൂടെയോ അല്ലാതെ, ഇനിയിപ്പോൾ രാജൻ്റെ പാർട്ടിയാണെങ്കിലും ഔദ്യോഗികമായിട്ടൊരു പരാതി കൊടുക്കണമല്ലോ ആർക്കെങ്കിലും, ഈ ജില്ലയിൽ നടന്നിട്ടുള്ള പട്ടയ നടപടികളിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന അഴിമതി നടന്നിട്ടുണ്ട്, രാജൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, രാജൻ്റെ പാർട്ടി പറഞ്ഞ് കേട്ടിട്ടില്ല, ഒരു മാധ്യമങ്ങളിലൂടെയും ഈ നാട്ടിൽ ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ 43,000 പട്ടയം കൊടുത്തു എന്ന് അംഗീകരിക്കാനുള്ള പ്രയാസം അത് സ്വാഭാവികമായി. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടക്കുന്ന ചർച്ചയിൽ UDF എങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ സമ്മതിക്കാനൊക്കെ പ്രയാസം ഉണ്ടാകുന്നു. അത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ അതിനിങ്ങനെ മറുപടി പറയരുത് എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹത്തിന് അത് പറയാൻ കൊള്ളത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 10 ചെയിൻ പ്രദേശത്ത് പട്ടയം കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം തീരുമാനിച്ചാൽ മതി. ബാക്കി പട്ടയ നടപടികൾ ഇടുക്കി ജില്ലയിൽ താമസിച്ചത് കോടതി നടപടികൾ നടക്കുന്നു എന്നതുകൊണ്ടാണ്. 10 ചങ്ങല പ്രദേശമെന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെയും മറ്റിടുക്കിയിലുള്ള ഡാമുകളുടെയും ഒക്കെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ ആ ഇടുക്കി ഡാമിൻ്റെ ആണെങ്കിൽ ഇടുക്കി ഡാമിനാണ് ഏറ്റവും കൂടുതൽ ക്യാച്ച്മെൻറ്റ് ഏരിയ ഉള്ളത്. ആ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ് രാജൻ്റെ വീടും അല്ലെങ്കിൽ തറവാടും എന്നാണ് രാജൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്കത് അറിയുകയും ചെയ്യാം. അവിടെ മാക്സിമം വാട്ടർ ലെവൽ, ഇടുക്കി ഡാമിൻ്റെ മാക്സിമം വാട്ടർ ലെവൽ നിറഞ്ഞ് കവിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് അതിന് മുകളിലേക്കുള്ള 200 മീറ്റർ പ്രദേശത്ത് പട്ടയം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ 10 ചെയിൻ്റെ പ്രശ്നം. അതാണ് ഇവരുടെ ഗവൺമെൻറ് ഇരുന്ന കാലത്ത് മൂന്നാറിലും മുരിക്കാശ്ശേരിയിലും ഒക്കെ പട്ടയമേള നടത്തിയതുപോലെ ആണെങ്കിൽ കടലാസ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് കടലാസ് തിരിച്ചു വാങ്ങിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ കൊടുത്താൽ, പട്ടയം കൊടുത്താൽ അത് പക്കാ പട്ടയമായിരിക്കണം. ആളുകൾ കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 10 ചെയിനിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഉത്തരവിറക്കി സർവേ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യത്തോട് ഇവിടെ ബഹുമാന്യനായ ശ്രീ വേലിക്കുട്ടൻ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഇടുക്കി പാക്കേജിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് ഇടുക്കി പാക്കേജ് നിർത്തിയത്? ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ്, BJP ഗവൺമെൻറ് വന്നപ്പോഴാണ്. UPA ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് അതിന് പ്രത്യേകിച്ച് കാലാവധി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ആ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓരോ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്തൊരിക്കലും ഒരു പദ്ധതിയും ഈ രാജ്യത്ത് ഇന്ന് വരെ തീർന്നിട്ടില്ല. എന്താ ഇടുക്കി പാക്കേജിൻ്റെ കാലാവധി മാത്രം തീർന്ന കൃത്യം ദിവസം വെച്ച് അത് അവസാനിപ്പിക്കാൻ തയ്യാറായത് ഇവിടെ പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന കാലത്ത് അദ്ദേഹം കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് ആ പാക്കേജ് കൊണ്ടുവന്നത്. ആ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ, റോഡ് നിർമ്മാണം, തേയില ഫാക്ടറി ഉൾപ്പെടെ, കന്നുകാലി കൃഷി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, അതെല്ലാം സംബന്ധിച്ചുള്ള പ്രോജക്റ്റുകൾ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ പോയി അളവെടുത്ത് എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാം പൂർത്തീകരിച്ചതാണ്. അപ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. UDFൻ്റെ ഗവൺമെൻറ് പോയി LDFൻ്റെ ഗവൺമെൻറ് വന്നു. LDFൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ അന്ന് MP ആയിരുന്ന PT തോമസിൻ്റെ മട്ടും ഭാവം എല്ലാം മാറി. അദ്ദേഹം കളക്ട്രേറ്റിൽ യോഗം വിളിച്ചിട്ട് കളക്ടറോട് പറഞ്ഞു, ഇത് VS അച്യുതാനന്ദൻ്റെ പണമല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണമാണ്.
അതുപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഉണ്ടാക്കി വെച്ച മുഴുവൻ റോഡിൻ്റെയും പ്ലാനും എസ്റ്റിമേറ്റും സകല പേപ്പറുകളും മാറ്റി. MP ലിസ്റ്റ് കൊടുത്ത് പുതിയതുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി പുതിയതെല്ലാം ഉണ്ടായി വന്നപ്പോഴേക്കും മാസങ്ങളല്ല വർഷങ്ങളെടുത്തു. ഒറ്റ റോഡ് പോലും ആ നിലയ്ക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. കന്നുകാലി കൃഷിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. തേയില കൃഷിക്കാരെ സഹായിക്കാനുള്ള പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ ഇടുക്കി പാക്കേജ് അട്ടിമറിച്ചതിൻ്റെ ഒന്നാം പ്രതി ഇടുക്കി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട PT തോമസാണ്. ഈ ജില്ലയിലെ ഹൈറേഞ്ചിലെ ജില്ലയിലെ കൃഷിക്കാരോട് ഇത്രയും കടുത്ത ദ്രോഹം ചെയ്തൊരു MP കേരളത്തിൽ വേറെയില്ല. അങ്ങനെയാണ് ഇടുക്കി പാക്കേജ് കൈവിട്ടു പോയത്. മറിച്ച് ഭരണം മാറിയപ്പോൾ മുൻ ഗവൺമെൻറ് കാലത്താണെങ്കിലും ഉണ്ടാക്കി വെച്ച റോഡുകളെല്ലാം നിർമ്മിച്ചെങ്കിൽ PT തോമസ് കല്ലിടാമായിരുന്നു. എത്ര റോഡിന് കല്ലിടാമായിരുന്നു, എത്ര പ്രോജക്റ്റിന് കല്ലിടാമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യത്തോടു കൂടി ഒരു ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന പണിയാണ് PT തോമസ് ആ കാര്യത്തിൽ കാണിച്ചത്. മറ്റൊന്ന്, ഈ റബ്ബർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വില കൂടിയെന്ന് പറഞ്ഞു. ഒരു കരാർ ഒപ്പിട്ടാൽ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളും കരാറുകളും വേറെ അതിൻ്റെ തുടർച്ചയായി വരും. ആ തുടർച്ചയായി വരുന്ന കരാറിൻ്റെ ഭാഗമായി ആ രാജ്യങ്ങളിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുന്നത്. കരാർ ഒപ്പിട്ടതിൻ്റെ പിറ്റേ മാസമോ അതിൻ്റെ പിറ്റേ മാസമോ വില കൂടി എന്ന് പറഞ്ഞിട്ട് കരാർ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞത് ശരിയല്ല എന്ന വാദം ശരിയല്ല. ആ വാദം ശരിയല്ല. ഇവിടെ ശ്രീലങ്കയിൽ നിന്നും കെനിയയിൽ നിന്നും തേയില ഇറക്കുമതി ചെയ്യാൻ പിന്നീടാണ് കരാറുണ്ടായത്. അങ്ങനെയാണ് തേയില ഇറക്കുമതി ചെയ്തത്. അങ്ങനെയാണ് തേയിലയുടെ വില പോയത്. റബ്ബർ ഇറക്കുമതി ചെയ്യാൻ പിന്നെയാണ് കരാർ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇറക്കുമതി വന്നത്. അങ്ങനെയാണ് അതിൻ്റെ വില പോയത്. ഗോട്ടിമാലയിൽ നിന്ന് ഏല ഇറക്കുമതി ചെയ്യാൻ കരാറുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇവിടുന്ന് പെയിൻറ്റ് അങ്ങോട്ട് കയറ്റുമതി ചെയ്തു, ഏലക്കായ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് വില പോയത്. ആ തകർന്ന വില പഴയ നിലയിലേക്ക് ഇതേവരെ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിന് വില കൂടി എന്ന് പറയുന്നത് ആ പറഞ്ഞത് തെറ്റാണ്, അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കരാർ ഒപ്പിട്ട പിറ്റേ വർഷം മുതലല്ല, കരാറിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇറക്കുമതി വരുമ്പോഴാണ് ഉൽപ്പന്നങ്ങളുടെ വില തകരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറ്റൊന്ന്, 43,000 പട്ടയം. ആ 43,000 പട്ടയം കൊടുത്തതിലും അഴിമതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പട്ടയം കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും ലാൻഡ് അസൈൻമെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, കട്ടപ്പന പട്ടണത്തിലെ കടകളിരിക്കുന്ന സെന്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താ ചോദിച്ചെന്നറിയോ? ഓരോ കച്ചവടക്കാരനോട് ഓരോ ലക്ഷം രൂപയാണ് ചോദിച്ചത്. അടൂർ പ്രകാശിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. ആ ചോദിച്ചതിനകത്ത് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഉണ്ട്. അവരത് കൊടുക്കാൻ തയ്യാറായില്ല. കട്ടപ്പന പട്ടണത്തിൽ പട്ടയവും കിട്ടിയിട്ടില്ല, ഒരു സെന്റിന് പോലും. പിന്നെ കൊടുത്ത പട്ടയം 43,000 പട്ടയം കൊടുത്തു. എന്ത് പ്രയോജനം? ഉപാധിരഹിതമായ പട്ടയം VSന്റെ ഗവൺമെൻറ് കൊടുത്തു. ആ പട്ടയം കൊണ്ട് കൃഷിക്കാർക്ക് പ്രയോജനമുണ്ടായി. ഈ ഗവൺമെൻറ് 43,000 പട്ടയം കൊടുത്തു. 16 ഉപാധികൾ വെച്ചാണ് പട്ടയം കൊടുത്തത്. അങ്ങനെ ഉപാധികൾ വെച്ച് പട്ടയം കൊടുക്കുന്ന പട്ടയത്തിന് പ്രചരണപരമായി മേന്മയുണ്ടാവും. പക്ഷേ ആ പട്ടയ കടലാസിന് യഥാർത്ഥ പട്ടയത്തിൻ്റെ വിലയുണ്ടാവില്ല. പിന്നെ 4 പഞ്ചായത്തിൽ സർവേ നടത്തി 10 പട്ടയം കൊടുക്കാനെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഡാം സേഫ്റ്റി അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട് മാത്രമേ 10 പട്ടയം കൊടുക്കാൻ പറ്റൂ എന്നാ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ഡാം സേഫ്റ്റി അതോറിറ്റി അവരുടെ നിർദ്ദേശപ്രകാരം 10 പട്ടയം കൊടുക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനായി സർവേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ആ സമരം ചെയ്ത ഹൈറേഞ്ച് സമിതിക്കാരെ ഉൾപ്പെടെ കൂട്ടി ബഹുമാനായ എൻ്റെ സുഹൃത്ത് റോയി കെ പൗലോസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോയി കണ്ട് 10 നിങ്ങൾക്കെല്ലാം പട്ടയം തരും എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയപ്പോൾ ഒരു ശുദ്ധ തട്ടിപ്പ്, 10 കൃഷിക്കാരെ പറ്റിക്കുന്ന ഒരു തട്ടിപ്പാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമാണ് സർവേ. എത്ര സർവേ നടത്തിയാലും നിലവിലുള്ള ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ 10 പട്ടയം കൊടുക്കാൻ പറ്റൂ. 5 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ ഈ 5 കൊല്ലത്തിനുള്ളിൽ പട്ടയം കൊടുക്കാൻ കഴിയുമായിരുന്നു. ശ്രമിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ഇവിടെ സൂചിപ്പിച്ച ഇടുക്കി പാക്കേജ്, ഒപ്പം തന്നെ ഈ റബ്ബർ വിഷയമാണ്, നാണ്യ വില തകർച്ച അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ. ഇടുക്കി പാക്കേജ് സംബന്ധിച്ചോണം. ഇടുക്കി പാക്കേജ് UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അതിന് നിശ്ചിത കാലാവധി ഉണ്ടായിരുന്നു. ആ കാലാവധി കഴിഞ്ഞിട്ട് ആ കാലാവധി നീട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJP ഗവൺമെൻറ്റാണ്. പക്ഷേ നടപ്പാക്കിയ ഇടുക്കി പാക്കേജിലെ വൻ അഴിമതിയും ക്രമക്കേടും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഇടതു വലത് MP തന്നെയാണ്. ഇടുക്കി പാക്കേജ് വേണ്ട രീതിയിൽ നടത്തുവാൻ സാധിക്കാത്തവർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ ഇടുക്കി പാക്കേജ് ഒരു അഴിമതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി പാക്കേജ് പരാജയപ്പെട്ടുള്ളത്. റബ്ബറിൻ്റെ വിലയിടിവിനെ സംബന്ധിച്ച് റബ്ബറിൻ്റെ വിലയിടിവ് ആഗോളതലത്തിലുള്ള വിലയിടിവിൻ്റെ ഭാഗമായി കേരളത്തിലും
ഇന്ത്യയിലും വിലയിടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ BJP ഗവൺമെൻറ് റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 25% ഏറ്റവും മാക്സിമം വർദ്ധിപ്പിക്കാവുന്ന ചുങ്കം എന്നതുകൊണ്ട് തന്നെ 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന റബ്ബറല്ല ഏത് ഉൽപ്പന്നമാണെങ്കിലും അത് വാല്യൂ ആഡഡ് ഉൽപ്പന്നമായി അല്ലെ പ്രൊഡക്റ്റായി നമ്മൾ തിരിച്ചയക്കണമെന്നാണ്. UPA ഗവൺമെൻറ് ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ അതിനൊരു കാലാവധി പറഞ്ഞിരുന്നില്ല. പക്ഷേ BJP ഗവൺമെൻറ് റബ്ബർ ഇറക്കുമതി ചെയ്താൽ 6 മാസത്തിനുള്ളിൽ അത് ഉൽപ്പന്നമായി തിരിച്ച് കയറ്റി അയക്കണമെന്നുള്ളൊരു നിയമം ഈ BJP ഗവൺമെൻറ് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴിചാരിയിട്ട് കാര്യമില്ല. അവനവൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാത്ത സംസ്ഥാന സർക്കാർ ഭരിച്ചിട്ടുള്ള ഇടതു വലത് മുന്നണികളാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ ദുഃഖത്തിന് കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും എൻ്റെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും റബ്ബറിനും ഏലത്തിനും വിലയിടിവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇവിടെയുള്ള കർഷകരും സാധാരണക്കാരും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സമരമാണ് മൂന്നാറിൽ നടന്നത്, പൊമ്പിള ഒരുമയും. അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ അടക്കമുള്ള അവർക്ക് ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വാസം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തനിയെ ഒരു പൊൻപിള ഒരുമയെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. എനിക്ക് BJP നേതാവിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ ഈ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും റബ്ബറും ഏലവും അതിൻ്റെ വിലയിടിവിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിന് വില കൂടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്? ഈ പറഞ്ഞ നടപടികൾക്കപ്പുറം അതെങ്ങനെ പ്രയോജനകരമായി എങ്ങനെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏലത്തെ സംബന്ധിച്ച് ഏലം ഇറക്കുമതി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതു വിലയ്ക്കും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള വിലക്ക് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആവശ്യത്തിന് ടയറടക്കം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർക്ക് ലാഭം കൊയ്യാമായിരുന്നു. ഏലം ഇറക്കുമതിയിലും ഇതുതന്നെയാണ്. ഇറക്കുമതി ചെയ്യുന്ന ഏലത്തിന് ഒരു നിശ്ചിത വിലയുണ്ടായിരുന്നില്ല. BJP ഗവൺമെൻറ് വന്നു. ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏലത്തിന് 1 കിലോയ്ക്ക് 500 രൂപ എന്ന ഫിക്സഡ് റേറ്റ് നിശ്ചയിച്ചത് BJP ഗവൺമെൻറ്റാണ്. അതുകൂടാതെ തന്നെ ആഭ്യന്തര വിപണി ഏലം നമുക്കറിയാം. ഏലത്തിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഉൽപ്പാദനമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇടുക്കി ജില്ലയിലെ 1.5 താലൂക്കിൽ മാത്രമുള്ള ഏലം കൃഷിയെ സംബന്ധിച്ച് ഏലത്തിൻ്റെ ഉപഭോഗം കുറയുകയും ഉൽപ്പാദനം കൂടുകയും ചെയ്തതും വില ഇടിയുവാനുള്ള ഒരു കാരണമാണ്. ആ വില ഇടിവ് തടയുന്നതിന് വേണ്ടി നമ്മുടെ ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ വഴിയൊക്കെ ഏലം പാക്കറ്റുകൾ വിതരണം ചെയ്യുവാനും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ റേഷൻ കട വഴിയും ഏലം വിൽക്കുവാനും ഉള്ള നടപടിക്രമങ്ങൾക്കുള്ള സജഷൻസ് BJPയുടെ കർഷക വിഭാഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. BJP പറയുമ്പോൾ രണ്ട് മുന്നണിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയണം. അപ്പോൾ വേലുക്കുട്ടൻ ആ ജോലി നല്ല ഭംഗിയായിട്ട് കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ് സംസാരിച്ചത്. ഇടുക്കി പാക്കേജിൻ്റെ കാര്യത്തിൽ അന്ന് ഇടുക്കിയായിരുന്ന MP PT തോമസ് ആണ് ഇത് കണ്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കേണ്ടത്. MP ആണ്. MP ക്ക് ഒരു ചുമതലയുണ്ട്. ഞാൻ ആ കാര്യത്തിലുള്ള വിമർശനമാണ് രൂക്ഷമായിട്ട് ഉന്നയിച്ചത്. അപ്പോൾ LDFനെ അതിനകത്ത് പ്രതിക്കൂട്ടി കയറ്റാനാണ് ബഹുമാനായ സുഹൃത്ത് ശ്രമിച്ചത്. അത് തീരെ ശരിയായില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയണമല്ലോ. അത് പറയുമ്പോൾ രണ്ട് കൂട്ടരെ ഒരുപോലെ കൈകാര്യം ചെയ്ത് പറയണം. അത് BJPയുടെ ഒരു അജണ്ടയാണ്. അവരിപ്പോൾ സ്റ്റേറ്റിലാകെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പെമ്പിളിയൊരു സമരത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്. ആ നിയമം കേന്ദ്ര ഗവൺമെൻറ് ഭേദഗതി ചെയ്തു. അതിൻ്റെ ഭാഗമായി വാങ്ങുന്ന ശമ്പളത്തിന് ബോണസ് കിട്ടില്ല. ഒരു വർഷം 42,000 രൂപയ്ക്ക് ബോണസ് കിട്ടൂ. ഒരു മാസം 3,500 രൂപയായിട്ട് ലിമിറ്റ് ചെയ്തു. മൂന്നാറിലെ പെമ്പിളവരുമായി ആ തൊഴിലാളികൾ നുള്ളിയെടുക്കുന്ന കൊളുന്തും അവർ വാങ്ങുന്ന കൂലിയും ആ കൂലിക്ക് മുഴുവൻ ബോണസ് കിട്ടാത്ത സ്ഥിതി. കഴിഞ്ഞ വർഷം 19 കൊടുത്തത് ഈ വർഷം 10 കുറച്ചു. അങ്ങനെ 10 കുറച്ചപ്പോൾ അവരുടെ കയ്യിൽ 10-20,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് കിട്ടുന്നത് 4,400 രൂപ. എങ്ങനെ പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നുകൂടെ സമരം ചെയ്യാതിരിക്കും? അപ്പോൾ ആ കാര്യത്തിൽ സത്യത്തിൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 12-ന് INTUC അടക്കം യോജിപ്പിച്ചുകൊണ്ട് ഇവരുടെ സംഘടന BMS ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും സമരരംഗത്ത് വന്നു. ഈ അടുത്ത സെപ്റ്റംബർ 2-ാം തീയതിയും അഖിലേന്ത്യാ വ്യാപകമായി തൊഴിലാളികൾ ഇന്ത്യയിൽ പണിമുടക്കാൻ പോവുകയാണ്. ഈ രൂപത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നെ ഏലത്തെ സംബന്ധിച്ചും റബ്ബറിനെ സംബന്ധിച്ചും ഇവിടെ പറഞ്ഞു. ബഹുമാന്യായ പ്രധാനമന്ത്രി വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തതാണ്, കൃഷിക്കാർക്കും കൊടുത്തതാണ്. ഇത്രയും നാളായല്ലോ ഏലത്തിൻ്റെ വില, റബ്ബറിൻ്റെ വില, തേയിലയുടെ വില, തോട്ടവിളകളാണിത് മൂന്നും. ഇതിൻ്റെ മൂന്നിൻ്റെയും വില പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു
കഴിയുമായിരുന്നു, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 വർഷം ബഹുമാനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ശ്രമിച്ചാലും കഴിയുമായിരുന്നു, കഴിഞ്ഞിട്ടില്ല. ഇപ്പം മാത്രമാണ് നേരിയ തോതിലുള്ള വില വർധനവിനെ കുറിച്ച് പറയുന്നത്. ആ നേരിയ തോതിലുള്ള വില വർധനവിനെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പാദനം കുറവാണ്, ചരക്കില്ല ആളുകളുടെ കയ്യിൽ. സ്വാഭാവികമായിട്ട് ഉൽപ്പാദനം കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും, അതിൻ്റെ ഭാഗമായി വിലയുണ്ടാകുമെന്നുള്ളതല്ലാതെ ഈ രണ്ടാളുകളുടെയും ഗവൺമെൻറ്റുകൾ എടുത്ത നടപടികളുടെ ഭാഗമായി 1 രൂപ പോലും വർദ്ധിച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. യെസ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറം അത് കർഷകരിലേക്ക് എത്രത്തോളം ലാഭകരമായി ചെല്ലും, അവർക്ക് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് കൂടി പരിശോധിച്ചാൽ. എനിക്ക് 2-3 കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഒന്ന്, ശ്രീ രാജനും അതുപോലെ തന്നെ വേലുക്കുട്ടനും പറഞ്ഞ നമ്മുടെ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു കാര്യം സത്യമാണ്, PT തോമസ് MP ആയതിനു ശേഷമാണ് ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടുക്കി ജില്ലയിൽ ആലോചന തുടങ്ങിയത് എന്നുള്ളതാണ് വസ്തുത. അതിനു മുമ്പ് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു MP. അദ്ദേഹം MP ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ 2 വർഷം പാക്കേജ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 വർഷക്കാലത്തോളം അദ്ദേഹം വീണ്ടും MP ആയിട്ടുണ്ടായിരുന്നു. ആ 2 വർഷക്കാലത്തിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, ഇടുക്കി കളക്ടറേറ്റിൽ ഇതിനൊരു ഓഫീസില്ലായിരുന്നു, ഒരു ചാർജിനുള്ളൊരു ഓഫീസറില്ലായിരുന്നു. ഞാനീ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് ആരെങ്കിലും അറിയാമെങ്കിൽ പറയട്ടെ. PT തോമസ് MP ആയി വന്നതിന് ശേഷമാണ് ഇടുക്കി കളക്ടറേറ്റിൽ അതിന് വേണ്ടി ഒരു നോഡൽ ഓഫീസർ വെച്ചു, അതിനൊരു ഓഫീസ് തുടങ്ങി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനയുണ്ടായി, അവലോകനങ്ങൾ നടത്തി. 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ കൊണ്ട് തിരുവനന്തപുരത്ത് യോഗം വിളിപ്പിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരുന്ന് ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 860 കോടി രൂപയുടെ പദ്ധതികൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു. പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ അത് നീട്ടേണ്ടതിന് പകരം അവസാനിപ്പിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന കാലഘട്ടത്തിൽ ഇവരൊന്ന് പറയട്ടെ, രാജനൊന്ന് പറയട്ടെ, 1 കോടി രൂപയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ? അതാണ് ഇടുക്കി പാക്കേജിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞത്. അടുത്ത 2 കാര്യങ്ങൾ, 10 ജയിൻ്റെ കാര്യം അദ്ദേഹം വീണ്ടും തർക്കിച്ചു. എന്താണ് യഥാർത്ഥ പ്രശ്നം? രാജൻ പറയുന്നതനുസരിച്ചാണ് രാജന് ജീവിതത്തിൽ പട്ടയം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഡാം സേഫ്റ്റിക്കാർ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. രാജനൊന്നും പേടിക്കണ്ട, ഞങ്ങളുടെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ PS രാജന് പട്ടയം തരും. ആ പട്ടയം തരുന്ന സമയത്ത് ഞാൻ രാജനെ അന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം, അവിടെ വെച്ച് നമുക്ക് കാണാം. ഇവിടെ പറഞ്ഞല്ലോ, വളരെ വലിയ തെറ്റായ ഒരു കാര്യം ശ്രീ വേലുക്കുട്ടനോട് സൂചിപ്പിക്കുകയുണ്ടായി. കേരള ഗവൺമെൻറ് 5% ടാക്സ് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വേലുക്കുട്ടൻ കുറച്ചുകൂടെയൊക്കെ ഇത്തരം ചർച്ചകൾക്കൊക്കെ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം. 3 മാസം മുമ്പ് തന്നെ കേരള ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ച സന്ദർഭത്തിൽ തന്നെ ആ കേരള ഗവൺമെൻറ്റിൻ്റെ ടാക്സ് 5% വേണ്ട എന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച് 40 കോടി രൂപ ഈ ജില്ലയിലെ ഏലം കൃഷിക്കാർക്ക് വേണ്ടി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇന്ന് കേരള ഗവൺമെൻറ് ടാക്സ് വാങ്ങുന്നില്ല. 1 രൂപ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ചെയ്യാത്ത ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ് എന്നിട്ട് ഇവിടെ വന്നു നിന്ന് ഇത്തരം ആക്ഷേപങ്ങൾ പറയുന്നത് എന്ന കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ PJ ജോസഫ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, പെരുവന്താനത്ത് ഒരു റോഡ് റബ്ബറൈസ് ചെയ്ത റോഡാണ്, അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെയും ഇന്ത്യയിലെയും റോഡുകൾ റബ്ബറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ ആയുസ് വർദ്ധിക്കും, അറ്റകുറ്റപ്പണി കുറയും, പൊതുമരാമത്ത് വകുപ്പിന് വലിയ തോതിലുള്ള ലാഭമുണ്ടാകും. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ മുഴുവൻ ഉപയോഗിച്ചാലും തികയില്ല, റബ്ബർ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും, PJ ജോസഫ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിയായതുകൊണ്ടാണ് അദ്ദേഹം ആ ഐഡിയ പറഞ്ഞത്. റബ്ബറൈസിന് ബിറ്റുമിന് വേണ്ടി കൊച്ചിയിൽ പ്ലാന്റ് ഉണ്ടാക്കി. ഇപ്പോൾ ആ പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി നോക്കണം. ആ പ്ലാന്റിൻ്റെ ശേഷിയുടെ 4/1 പോലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഇവിടെ വേലുക്കുട്ടൻ സംസാരിച്ചപ്പോഴും ആ കാര്യം പറഞ്ഞു. നമ്മുടെ റബ്ബറിന് ആഭ്യന്തരമായ ഉപയോഗം വർദ്ധിപ്പിക്കാൻ കഴിയും. ഏത് കരാർ നിമിത്തം വിദേശത്ത് നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്താലും ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിച്ചാൽ റബ്ബറിന് വിലയുണ്ടാവും. അതിനാവശ്യമായി യാതൊരു നടപടികളും കഴിഞ്ഞ 5 വർഷമായി UDFൻ്റെ ഗവൺമെൻറ്റോ അതിൻ്റെ പൊതുമരാമത്ത് വകുപ്പോ അതിൻ്റെ മന്ത്രിയോ ചെയ്തിട്ടില്ല. ഒരു കാര്യം. മറ്റൊന്ന്, ഇവിടെ ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്നപ്പോൾ 1 കോടി പോലും ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞു. അത് MP ആയിരുന്നപ്പോഴാണ് ഇടുക്കി പാക്കേജ് എന്ന് പറയുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാക്കിയത്, അതിനുവേണ്ടി മുൻകൈയെടുത്തത് MP എന്നുള്ള നിലയിൽ. പക്ഷെ അത് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പോയി PT തോമസ് വന്നു. പണം ചെലവഴിക്കേണ്ടത് PT തോമസ് ആണ്, അദ്ദേഹമാണ് പണം ചെലവഴിക്കേണ്ടത്. അദ്ദേഹം ചെയ്തത് വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പാക്കേജിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ മുമ്പ് LDF ഗവൺമെൻറ്റും MPയും ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാതെ അത് മുഴുവൻ തട്ടിമാറ്റിക്കൊണ്ട് പുതിയത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1 വർഷം നഷ്ടപ്പെട്ടു പോയി. കളക്ടറിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ആദ്യഘട്ടം സഹകരിക്കാതെ വന്നു. പിന്നീട് എല്ലാം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടുക്കി പാക്കേജിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ാണ് ചോദ്യം. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളുമൊക്കെ നിരവധി നടക്കുന്നുണ്ട്.
TP ചന്ദ്രശേഖരൻ വധവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്നുള്ള കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നു. ഈ ഗവൺമെൻറ് ഇത്തരം രാഷ്ട്രീയ അതിക്രമങ്ങൾക്കെതിരായി എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? പൊതുവിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം തന്നെയാണ് അക്രമ രാഷ്ട്രീയം. ആ അക്രമ രാഷ്ട്രീയം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സുചിന്തിതമായ അഭിപ്രായവും തീരുമാനവും അതുതന്നെയാണ്. ഇവിടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത്? എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരുന്നിട്ടുണ്ടോ അന്നെല്ലാം രാഷ്ട്രീയ സംഘടനകൾ, സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾക്ക് യഥേഷ്ടം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകൾ നാട്ടിലൂടെ വിലസുമ്പോൾ പാർട്ടി തീരുമാനിക്കുന്ന ആളുകൾ പ്രതികളായി ജയിലിലേക്ക് പറഞ്ഞുവിടുന്നു. അവിടെ വിസ്താരവേളയിൽ മതിയായ തെളിവുകളില്ലാതെ വരുമ്പോൾ അവിടെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നു. അതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നു. ഇത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം, ഈ കൊലപാതക ചരിത്രം അറിയാവുന്ന ആർക്കും പൊതുവായ വിഷയം തന്നെ ഞാൻ പറഞ്ഞത്. ആ പൊതുവായ വിഷയത്തിൽ മറുവശത്ത് BJPയും അവരുടേതായിട്ടുള്ള പങ്ക് അവരും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അതിന് 100% യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. നാട്ടിലെ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിലെ 99% ജനങ്ങളും. ജനാധിപത്യ വിശ്വാസികൾ അങ്ങനെയാണ്. ഇവരുടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലുള്ള ജനങ്ങളല്ല കേരളത്തിലെ ജനങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ ഒരു ജനവിധി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഗ്രൂപ്പ് തർക്കങ്ങളെ കുറിച്ചും പറയാം. ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതും പറയാം. നടന്നിട്ടുണ്ട്, പക്ഷെ നടപടി എടുത്തിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ നടപടി എടുക്കുമോ? ഇവിടെ ആര് കൊല ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രശ്നത്തിൻ്റെ പേരിലോ ഗ്രൂപ്പിൻ്റെ പേരിലോ പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ കൊല നടന്നിട്ടുണ്ടെങ്കിൽ കൊലയാളിയെ ഞങ്ങളുടെ ആഫീസിൽ സംരക്ഷിച്ചിട്ടുണ്ടോ? ആ കൊലയാളിയെ മാറിയിട്ട് പകരം ഏതെങ്കിലും ആളെ പകരം വിട്ടിട്ട് ഉന്നതരെ കേന്ദ്രീകരിച്ച് യാതൊരു അന്വേഷണവും നടന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ പിണറായി വിജയനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, വിജയനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, രാജേഷിനെ പ്രതിയായി സ്വാഭാവികമായിട്ടും എന്താണ് ഏത് ഷൗക്കത്ത് പ്രതിയായാലും ശരി കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ സൗമ്യ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ചർച്ച എങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ച് വന്നിരിക്കുന്ന ആളുകൾ അവരുടെ നേതാവിനോട് തന്നെ ചോദ്യം ചോദിച്ച് നേതാവിനെ കൊണ്ട് മറുപടി പറയിപ്പിച്ച് വിഷയം കൊണ്ടുപോവുകയാണ്. അതിവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കും മനസ്സിലായിട്ടുണ്ട്. സഖാവ് നായനാർ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. സഖാവ് നായനാർ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. നായനാർക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർ ചീമേനിയിലെ പാർട്ടി ഓഫീസിൽ വന്നിരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടി ഓഫീസ് പുറത്തുനിന്ന് പൂട്ടി തീ വെച്ചു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടിയ ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി മെമ്പർ, പാവം സഖാക്കൾ ഓരോരുത്തരെയായിട്ട് വെട്ടിക്കൊന്നു. 1-2 പേരെയല്ല, 5 പേരെ വെട്ടിക്കൊന്നു. എന്നിട്ട് ചുട്ടു അവിടെ ഇട്ട്. അതാണ് ചീമേനി നടന്നത്. അത് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ പാർട്ടി പ്രവർത്തകരാണ്, കോൺഗ്രസ്സുകാരാണ്. അയ്യോ, കോൺഗ്രസ്സുകാരെയും കൊല്ലുകയല്ല കേട്ടോ. ഇപ്പം കൊന്ന് സ്വന്തം പാർട്ടിക്കാരെയാണ് കൊല്ലുന്നത്, സ്വന്തം പാർട്ടിക്കാരെ. അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള യാതൊരു യോഗ്യതയും ഒരു കോൺഗ്രസ് നേതാവിനുമില്ല. ആരും മോശമല്ല ആ കാര്യത്തിൽ. 35 വർഷമായിട്ടുള്ള ഭരണ നേട്ടമാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. അത് രാജനാണ്. 35 വർഷമായിട്ടുള്ള LDFിൻ്റെ ഭരണമാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. അവിടുത്തെ ഭരണ നേട്ടം കൊണ്ടാണ് അവിടുത്തെ സാധാരണക്കാരെ ജീവിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് തൊഴിൽ തേടി വരേണ്ടി വരുന്നത്. അപ്പോൾ ഈ തൊഴിൽ തേടി വന്ന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ രക്ഷയില്ലാത്തതുകൊണ്ട് അവിടെ കോൺഗ്രസും CPM കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് നടക്കുവാണ്. അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? പശ്ചിമ ബംഗാളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, CPIMൻ്റെ പ്രവർത്തകന്മാരായിട്ടുള്ള മമത വന്നതിന് ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും കൊലപാതക പരമ്പര അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മമതാ ബാനർജിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായിച്ചവരാണ് എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ, LDFിൻ്റെ ഗവൺമെൻറ്റിനെ താഴത്തിറക്കാൻ. അവിടെ നന്ദിഗ്രാം, സിംഗൂർ 2 പ്രശ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. വാൻകിട കമ്പനിക്ക് വേണ്ടി കൃഷിക്കാരുടെ ഭൂമി എടുത്തു കൊടുക്കുന്നു എന്നുള്ള പ്രശ്നം. ആ ഭൂമി എടുത്തു കൊടുക്കുന്ന പ്രശ്നം ഉയർത്തിയതിനെ തുടർന്ന് ആ പ്ലാന്റ് നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. കിട്ടിയ ഭൂമി ടാറ്റ വേലി കെട്ടിയാണ് കൈവശപ്പെടുത്തി. കൃഷിക്കാർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു.
പ്ലാന്റ് വന്നിരുന്നെങ്കിൽ ആ ഓരോ കുടുംബത്തിലെ ആളുകൾക്ക് അവിടെ ജോലിയും മറ്റ് സൗകര്യങ്ങളും കിട്ടുമായിരുന്നു. പുറത്തുനിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്ത് അവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടിയല്ല, അവിടുത്തെ ഗവൺമെൻറ് തകർക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കത്തിൻ്റെ പുറകിൽ ആണവ കരാർ അമേരിക്കയുമായി ഒപ്പിട്ട മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ പിൻവലിച്ച CPIM തകർക്കുക, ആ CPIM ഗവൺമെൻറ്റിനെ തകർക്കുക, ആ അജണ്ട വെച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു? നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കൃഷിക്കാർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. LDFൻ്റെ ഗവൺമെൻറ് കാലത്ത് അവർക്ക് ലഭിക്കുമായിരുന്ന പകരം ഭൂമിയും സൗകര്യങ്ങളും ലഭിച്ചില്ല. LDFൻ്റെ ഗവൺമെൻറ് കാലത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ ജോലി അവരുടെ കുടുംബത്തെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും പോലും കൊടുത്തിട്ടില്ല. ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മമത അവരോട് ചെയ്ത ദ്രോഹം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ മമതാ ബാനർജിയുടെ ഗവൺമെൻറ് താഴത്തിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ ജനങ്ങൾ ആ ജനങ്ങളാണ് അതിന് സഹായകരമായ രൂപത്തിലുള്ള പുതിയ കൂട്ടുകെട്ടുകളും മുന്നണികളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാടുകൾ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലുള്ളതാണ്, നിശ്ചിത താല്പര്യത്തിൻ്റെ പേരിലുള്ളതാണെന്ന് പറഞ്ഞ് താങ്കൾ ഏതാനും നാളുകൾ മുമ്പ് പത്രസമ്മേളനം നടത്തി, ഇടുക്കി പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി ഞാൻ നേരിട്ട് കണ്ടാണ്. അതിൽ ഇന്ന് ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഒരു ചോദ്യം കൂടെയുണ്ട്. ഇപ്പോൾ തൊടുപുഴയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി PJ ജോസഫ് വികസന നായകനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. PJ ജോസഫ് ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം തന്നെ 9 സ്ഥാപനങ്ങൾ തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷനും വൈദ്യുതി ഭവനും എഡ്യൂക്കേഷണൽ ഭവനും ഉൾപ്പെടെയുള്ള ആ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന് 8-9 സ്ഥാപനങ്ങളോ EK നായനാർ അന്നത്തെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഹർത്താൽ നടത്തിയ ആളുകളാണ് UDFകാർ. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ വികസന നായകൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഭൂസ്വത്തുടമകൾക്ക് ഈ തോട് പറമ്പോക്കും 6 പറമ്പോക്കും കയ്യേറുന്നതിന് വേണ്ടി കെട്ടുകെട്ടുന്നതിന് വേണ്ടി പണം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തായ പുറപ്പുഴ പഞ്ചായത്തിൻ്റെ കൊടികുത്തിയിലും കുണിഞ്ഞിയിലുമുള്ള പാവപ്പെട്ട ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി ഓടുമ്പോൾ ഈ പണക്കാർക്ക് വേണ്ടി കെട്ടുകെട്ടാൻ വേണ്ടി ഈ പൈസ കൊടുത്ത PJ ജോസഫ് എങ്ങനെയാണ് വികസന നായകനാകുന്നുവെന്ന് ഒരു സംശയമുണ്ട്. താങ്കൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ കസ്തൂരി രംഗൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജനും അത് PS രാജനും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞിരുന്നു. ഇന്നലെയോ മിനിഞ്ഞാമെന്നോറ്റോ അങ്ങാണ്ട് കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. കേന്ദ്രമന്ത്രിയുടെ ഇടയ്ക്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ജോയ്സ് ജോർജ് MP ഇവരുടെ MP ആണല്ലോ, കസ്തൂരിയുടെ പേരിൽ മാത്രം MP ആയ ആളാണെന്നുള്ളത് രാജനും അറിയാം, എല്ലാവർക്കും അറിയാം. അതേ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാറ്റസ്, എങ്ങനെയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ കേന്ദ്രം മറുപടി കൊടുക്കുക? ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നേ മറുപടി കൊടുക്കത്തുള്ളൂ. 2014 മാർച്ച് മാസം 10-ാം തീയതി UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഇറക്കിയ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ, ആ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി പുതുക്കിയെങ്കിലും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതാണ് അതിന്റെ സ്റ്റാറ്റസ്. ഇത് ചോദ്യമൊന്നുമല്ല. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് നിക്ഷിപ്ത താല്പര്യമാണ് അന്ന് താങ്കൾ പറഞ്ഞിരുന്ന നിലപാട് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അവരോടാണ് ചോദിക്കേണ്ടത്. അല്ല, താങ്കൾ പറഞ്ഞ നിലപാട് താങ്കളാണ് അന്ന് പറഞ്ഞത്. ഞങ്ങൾ ഈ പറഞ്ഞതിന് വ്യത്യസ്തമായ നിലപാട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് ഉണ്ടെങ്കിൽ അത് അവരുടെ നിക്ഷിപ്ത താല്പര്യമാണ്, അതവരുടെ വേറെ എന്തെങ്കിലും അജണ്ടയാണ്, അത് പച്ചക്കള്ളമാണ് എന്ന് ഞാൻ മറുപടി തരാം. തൊടുപുഴയിലെ MLA-യും മന്ത്രിയുമായ ശ്രീ PJ ജോസഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ചോദിച്ചല്ലോ. ഈ പട്ടണത്തെ സിറ്റിയാക്കി ഉയർത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. 5 കൊല്ലമായി ഒന്നും നടന്നില്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സിറ്റിയായിട്ട് ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു പ്രദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈറേഞ്ച് പ്രദേശത്തെ പീരുമേട് മണ്ഡലത്തിലെ കുട്ടിക്കാനം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടുത്തെ MLA ബിജിമോളാണ് അതിന് മുൻകൈ എടുത്തത്. പിന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് PJ ജോസഫ്, ഓർക്കണം. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. തൊടുപുഴ മണ്ഡലത്തിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് പ്രദേശത്തൊക്കെ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. VS-ന്റെ ഗവൺമെന്റ് കാലത്ത് തുടങ്ങി വെച്ച പദ്ധതി പോലും 5 കൊല്ലമായിട്ട് പൂർത്തീകരിക്കാൻ ശ്രീ PJ ജോസഫിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ താമസിക്കുന്നത് മുല്ലപ്പെരിയാർ. ഇദ്ദേഹം പറഞ്ഞു TV-യിലൂടെ, എന്താ അദ്ദേഹം പറഞ്ഞത്? പെരിയാറിന് തീരത്ത അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? മുല്ലപ്പെരിയാറാണ് പൊട്ടും, 41 ലക്ഷം ജനങ്ങൾ മരിക്കും. അണ പൊട്ടി വെള്ളം ഒഴുകി വരുമ്പോൾ കുടിലുകളിൽ തൊട്ടിലിൽ കഴിയുന്ന കുഞ്ഞുങ്ങളും കൂടി ഒലിച്ചു പോകും. അതോർത്ത് രാത്രി ഉറക്കത്തിൽ ഞാൻ ഞെട്ടിയുണരുകയാണ് എന്ന് കേരളത്തോട് പറഞ്ഞത് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ആണല്ലോ. എന്നിട്ട് ഇപ്പം എവിടെ നിൽക്കുന്നു കാര്യം? 136 അടിയായിരുന്ന ജലനിരപ്പ് 141 അടിയാക്കി ഭംഗിയായി കേസ് വാദിച്ച ജയലളിത തൻ്റെ ഭാഗം നേടിയെടുത്തു.
ഇവിടെ കേരള 5 കൊല്ലം കിട്ടിയിട്ട് കേന്ദ്രത്തിന് കാര്യം സുപ്രീം കോടതിയെ കാര്യം ബോധ്യപ്പെടുത്താൻ ഈ ജലവിഭവ വകുപ്പ് മന്ത്രിയെ കൊണ്ട് കഴിഞ്ഞില്ല. ജയലളിത തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം പ്രസംഗിച്ച് നടക്കുക. എന്താണെന്നറിയോ? 152 അടിയായിട്ട് ഞാൻ ഉയർത്തും എന്നാണ് ജയലളിത പറയുന്നത്. എന്ന് പറഞ്ഞാൽ 52 അടിയായിട്ട് ഉയർത്തിയ കുമളിപ്പട്ടണം അടക്കം വെള്ളത്തിനടിയിലാകും, വെള്ളത്തിനടിയിലാകും. അതാണ് അവസ്ഥ. പിന്നെ മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് കേരള ഗവൺമെന്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. പലപ്പോഴും കേന്ദ്രം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല. അതൊക്കെ ഗ്രഹപാഠം ചെയ്ത് നല്ലതുപോലെ ദോഷം വരാതെ കൊടുക്കേണ്ട കാര്യമാണ്. വനം വകുപ്പുകാർ തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടാണ് കൊടുത്തത്. ആ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പാറക്കെട്ട് ESA ആക്കി, തോടുകൾ ESA ആക്കി, വയലുകൾ ESA ആക്കി. അതിന്റെ ഫലം എന്താണെന്നറിയോ? ESA ആയി ഒരു പ്രദേശം പ്രഖ്യാപിച്ചാൽ ചുറ്റുവട്ടം കിടക്കുന്ന കിലോമീറ്റർ അടക്കുന്ന പ്രദേശത്തും കൂടി ESA പെടും. എന്ന് പറഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂപ്രദേശങ്ങളെ ESA ആക്കുന്ന റിപ്പോർട്ടാണ് കേരളം കൊടുത്ത് ഇപ്പൊ കേന്ദ്രത്തിലുള്ളത്. അതിനേക്കാൾ വലിയ ദ്രോഹം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലെ കൃഷിക്കാരോട് ചെയ്യാനില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി വേലുക്കുട്ടൻ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ വെള്ളാപ്പള്ളിയും കൂട്ടുപിടിച്ചുകൊണ്ട് നായാടി മുതൽ നമ്പൂതി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ അച്ചാദീൻ ആയേക എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഉപരി BJPക്കും RSSനും വർഗീയതയ്ക്കുമെതിരെ ശബ്ദിക്കുന്ന സാഹിത്യകാരന്മാർ കൽബുർഗി, നരേന്ദ്ര ദബോൽക്കർ, അതുപോലെയുള്ള പെരുമാൾ മുരുകൻ്റെ എഴുത്ത് നിർത്തി ദളിത് കുട്ടികളെ കൊന്നൊടുക്കുന്നു, ചുട്ടരിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ ആരാധിക്കാൻ പോലും നിങ്ങൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന RSS ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ കേരളത്തിൽ വന്നുകൊണ്ട് വെള്ളാപ്പള്ളിയും കൂട്ടുപിടിച്ചുകൊണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കും? ഒരു ചോദ്യം റോയിക്ക പൗലോസേട്ടനോടാണ് ചോദിക്കാനുള്ളത്. കസ്തൂരിരംഗൻ വിഷയത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ആശങ്ക നിങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ താങ്കളുടെ മന്ത്രിസഭയിലെ അടൂർ പ്രകാശ് ഈ ഇടുക്കി ജില്ലാ കളക്ടർക്ക് 21/4/2016 ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽപ്പെട്ട മുഴുവൻ വില്ലേജ് ഓഫീസിലും തഹസിൽദാർക്കും ആ കത്ത് കളക്ടറും കൊടുത്തിട്ടുണ്ട്. താങ്കൾ കോടികൾ മുടക്കി പണിയുന്ന ഉടുമ്പന്നൂരിലെ വസതിക്ക് പോലും ബാധിക്കുന്ന ഒരു കാര്യമാണിത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ പാരിസ്ഥിതിക അനുമതി കിട്ടാത്ത ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന ഉത്തരവാണ് കളക്ടർ തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കൊടുത്തിരിക്കുന്നത്. താങ്കൾ എങ്ങനെ ഇപ്പോൾ കുറച്ചു മുമ്പ് ചോദിച്ച മറുപടിക്ക് പോലും കൂടെയും മുഴുവൻ ആശങ്കയും കസ്തൂരിരംഗൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കിയിലെ ജനങ്ങളെ പരിഹരിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയുണ്ട്? ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്ന സംഭവങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നവർ നമ്മുടെ സ്വന്തം മണ്ണിൽ കേരളത്തിൽ തൃപ്പൂണിത്തുറയിൽ ഒരു ദളിത് പെൺകുട്ടി മരിച്ചപ്പോൾ ആരുടെയും ശബ്ദമുയർന്നില്ല. നേരെ മറിച്ച് റാന്നിയിലെ KP യോഹന്നാന്റെ കോളേജിൽ ഒരു ദളിത് വിദ്യാർത്ഥി മരിച്ചപ്പോൾ നിങ്ങളുടെ ശബ്ദമുയർന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ നടന്ന സംഭവത്തിന്റെ പേരിലും മറ്റു സ്ഥലങ്ങളിൽ നടന്ന സംഭവത്തിന്റെ പേരിലും അനാവശ്യമായി നരേന്ദ്രമോദിയുടെ തലയിൽ ആരോപണം ഉന്നയിക്കുന്നത് സത്യത്തിൽ അസഹിഷ്ണുതയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതാണ് സത്യം. ബീഫ് വിഷയമൊക്കെ ഇന്ന് ചർച്ചയല്ല സഹോദര, ഇന്ന് ചർച്ച അതല്ല, ഇന്ന് ചർച്ച വികസനമാണ്. ഇന്ന് ചൈനയെ പോലും പിന്തള്ളിക്കൊണ്ട് ഏറ്റവും അധികം വിദേശ നിക്ഷേപം ഇന്ത്യ മഹാരാജ്യത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ചർച്ച വികസനം എന്ന ചർച്ചയാണ്. ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ വികസനത്തിന് വേണ്ടി ചർച്ച നടക്കുമ്പോൾ ആളുകൾ അവരവരുടെ കസേരയിൽ തന്നെ ഇരിക്കണം കേട്ടോ. ആളുകൾ അവരവരുടെ കസേരയിൽ ഇരിക്കണം. മോശമാണ്, തൊടുപുഴയ്ക്ക് മോശമാണ്. ആളുകൾ അവരവരുടെ കസേരയിൽ ഇരിക്കണം. മോശമാണ്. ആളുകൾ അവരവരുടെ കസേരയിൽ ഇരിക്കണം. അസഹിഷ്ണുത കാണിക്കാതെ പറയുന്നത് കേൾക്കാം. വലിയ തർക്കങ്ങൾക്കിടയിലും ഹൈറേഞ്ചിലെ തെരഞ്ഞെടുപ്പ് ചൂടിന് ഹൈ റേഞ്ച് തന്നെയാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ചർച്ചയിൽ ഏതായാലും പടക്കളം ഇടുക്കി ജില്ലയിലെ ചിത്രീകരണം പൂർത്തിയാവുകയാണ്. ബൈ.